ഞാൻ എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ പ്രേമേച്ചി, എന്നിട്ട് വിളിക്കാം. ആ മതി മതി മതി, അത് മതി. എന്റെ മോളെ സിദ്ധു അറിയില്ലേ? ഇല്ല. ആരാ മോളെ വിളിച്ചത്? സിദ്ധുവിന്റെ ചേച്ചി അച്ഛ, അവർക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. കാര്യം എന്നാന്ന് പറഞ്ഞു? ഇല്ല അച്ഛാ, പതിവ് കാര്യം തന്നെ ആയിരിക്കും. അല്ലാതെ വേറെ എന്താ പ്രേമിച്ചയ്ക്ക് എന്നോട് പറയാനുള്ളത്? ഒന്നും സിദ്ധു അറിയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പോണോ മോളെ? ഇതിലെന്തെങ്കിലും ചതി ഉണ്ടാവും? പ്രേമേച്ചി ഇങ്ങനെ വെറുതെ വായി തോന്നിയ സംസാരിക്കുന്നേ ഉള്ളൂ അച്ഛാ. അത് സ്വന്തം അനിയനോടുള്ള ഇഷ്ടം കൊണ്ടാ. എന്നെപ്പോലൊരു ജാതകദോഷക്കാരി ചെന്ന് കയറി ഇനി സിദ്ധുവിന് വല്ല ആപത്തും പറ്റിയാലോ എന്നുള്ള പേടി ആ പാവത്തിന്. എന്തായാലും പ്രേമേച്ചി വിളിച്ചതല്ലേ, ഒന്ന് പോയി നോക്കാം. പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിയുവാണെങ്കിൽ അത് നല്ലതല്ല അച്ഛാ. ഞാൻ നിത്യക്കുട്ടിയുടെ അടുത്ത് ചെല്ലട്ടെ.